ചന്തു, ഞാൻ സംസാരിക്കുകയാണ്, കോൾ വന്നോണ്ട്. ഇസ്ലാം മതത്തിന്റെ ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തന്നെ പേടി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതായത് ജാമിദ ചേച്ചി ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്കത് പറയാനൊരു കുട്ടിക്കാലം മുതൽക്ക് തന്നെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാല് ഖബറിലെ ദണ്ഡനവും സിറാത്ത് പാലത്തിലെ യാത്രയും അതുപോലെ തന്നെ ഈ ഇതുപോലത്തെ കാര്യങ്ങളാണ് ഇവരുടെ തലയിലേക്ക് അടിച്ച് ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് വരുന്ന പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭീതിയാണ് എല്ലാത്തിനോടും. അള്ളാഹു എന്ന് പറയുന്ന ആ ഒരു സംഭവത്തോട് സ്നേഹമോ ബഹുമാനത്തെക്കാളും കൂടുതൽ ഭീതിയിലാണ് ഇവർ വളരുന്നതെന്നാണ് എന്റെ ഒരു ഒബ്സർവേഷൻ. അപ്പം ഇനിയെങ്ങാനും മറ്റേ ആരിഫ് ഹുസൈൻ പറയുന്ന പോലെ ഇനിയെങ്ങാനും കോഴി ബിരിയാണി കിട്ടിയാലോ, ഇനി സ്വർഗം അങ്ങനെ എങ്ങാനും ഉണ്ടെങ്കിലോ ആ സമയത്ത് നമുക്ക് കിട്ടണ്ടേ, ആ ഒരു പേടിയിൽ അങ്ങ് പോകുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ താങ്കൾ പറഞ്ഞ ഒബ്സർവേഷൻ വളരെ കറക്റ്റ് ആണ്. ഇതിനകത്ത് ഹിന്ദു ഫാമിലിയിൽ ഈ ഭർത്താവിന് വേണ്ടിയിട്ട് വെറുതെ എടുക്കുന്ന ഭാര്യമാര് ഭർത്താവിന് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. അവിടെ അവര് ടെംപ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അവര് ടെംപ്റ്റേഷൻ അവിടെ ഉണ്ടാകുന്നു. ആ ടെംപ്റ്റേഷനെ അതിജീവിക്കുമ്പോഴാണ് അവരുടെ മനസ്സിന് നിയന്ത്രണം കിട്ടുന്നത്. അല്ലാതെ മറ്റൊരുത്തന്റെ പുറത്തു കൊണ്ട് അടിച്ചേൽപ്പിക്കുകയും ഞാൻ കഴിക്കാതിരിക്കുന്നതുകൊണ്ട് നീ എന്റെ മുമ്പിൽ ഇരുന്ന് കഴിക്കരുത് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാല് അതൊരു ഇൻവേഷൻ ആണ്. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഇസ്ലാമിന്റെ ഇൻവേഷൻ ആണ്, കടന്നുകയറ്റമാണ്. മറ്റുള്ളവന്റെ പുറത്തേക്കുള്ള ഒരു കടന്നുകയറ്റമായിട്ടേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ജാമിദ ടീച്ചറൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ അതിനകത്ത് ഇസ്ലാമിനെ പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ നമ്മൾ ആരുമല്ല. അതുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഞാൻ സത്യമായിട്ട് കണ്ടില്ല കേട്ടോ ജാമിദ ടീച്ചറോട് ഇരിക്കുന്നത്. അയ്യോ അങ്ങനൊന്നുമില്ല. ഇപ്പോ അദ്ദേഹം പറഞ്ഞില്ലേ ലവ് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കുട്ടികൾക്ക് നല്ല രൂപത്തിലുള്ള ബോധവൽക്കരണം നൽകണമെന്ന്. നമ്മളൊക്കെ നമ്മുടെ ജീവൻ പണയപ്പെടുത്തി ഇവർക്ക് ബോധവൽക്കരണം നൽകിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ പ്രണയത്തിന്റെ കാര്യം വരുമ്പോൾ ജാതിയില്ല, മതമില്ല. ആ പ്രണയം കുറച്ചുകൂടി ഒന്ന് ഉഗ്രസ്ഥായിയിലെത്തി ഒരുമിച്ച് ജീവിക്കാം എന്ന സാഹചര്യം വരുമ്പോഴാണ് ഈ മതപരിവർത്തനത്തെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത്. അപ്പോഴേക്ക് ഇവർ വീണുപോയി. എത്രയോ അനുഭവങ്ങൾ വന്നിട്ടും ഇവരത് പഠിക്കുന്നില്ല. ഇത് ഒന്നാമത്തെ കാര്യം, വൈകാരികമായിട്ടുള്ള ഒരു കെണിയാണ്, ഇമോഷണൽ ട്രാപ്പ്. അതായത് പ്രണയത്തിലായിരിക്കുന്ന സമയത്ത് അവരൊരിക്കലും ചിന്തിക്കത്തില്ല നാളെ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയായിരിക്കും. ഇതിപ്പോ വിവാഹം കഴിഞ്ഞിട്ട് മതം മാറാൻ പറയുന്നു, സ്വന്തം വിശ്വാസങ്ങൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്നു. അപ്പോൾ ഇത് ചിലപ്പോൾ ഗർഭിണിയായി കഴിഞ്ഞിട്ടായിരിക്കും മനസ്സിലാകുന്നത്. ചിലപ്പോൾ ഈ കൊച്ചിന്റെ ന്യൂഡായിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഇവന്റെ കയ്യിലാകും. അപ്പൊ അവൻ ഇമോഷണൽ എങ്ങനെയാണ് ട്രാപ്പ് ചെയ്യേണ്ടത് എന്ന് കോച്ചിങ് നേടി വന്നിട്ടുള്ള ആളാ. അപ്പോ ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ആദ്യം ആരാണ് ശബ്ദം ഉയർത്തേണ്ടത്? അതിന്റെ പാരൻസ് ആണ്. ആദ്യം അവരെ ശത്രുപക്ഷത്ത് കൊണ്ടുവന്ന് നിർത്തും. അപ്പോൾ ഇവർക്ക് ഇഷ്ടമില്ലെങ്കിലും ഭയവും അടിമത്വവും, പിന്നെ തിരിച്ചു വന്നാൽ വീട്ടുകാർ സ്വീകരിക്കുമോ, എന്താകും അവസ്ഥ, ഞാനായിട്ട് തിരഞ്ഞെടുത്തതല്ലേ. അപ്പോൾ അതുകൊണ്ട് അവർ നമസ്കരിക്കാൻ, അവർ ഹിജാബ് ഇടാൻ, ഇതുപോലെയുള്ള ചിട്ടവട്ടങ്ങളൊക്കെ ചെയ്യാൻ ഇവർ നിർബന്ധിതരാകുവാണ്. എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഏതെങ്കിലും മക്കള് ഈ രൂപത്തിൽ മുറിയനെ സ്നേഹിച്ച് അവരുടെ ട്രാപ്പിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അവരെ വെറുത്ത് അറുത്തു മുറിച്ചെറിയരുത്, ആ ബന്ധം എറിയരുത്. നിരന്തരം അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം. അതാണ് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ അഫ്താബ് അമീൻ പൂനവാല എന്ന് പറയുന്ന യുവാവും ഒരു ശ്രദ്ധാ വാൾക്കർ എന്ന പെൺകുട്ടിയും. ആ കുട്ടി അവനെ സ്നേഹിച്ച് ഇറച്ചിവെട്ടുകാരനായിരുന്നു. ഇതൊക്കെ നേരത്തെ മനസ്സിൽ കണ്ട ആ പിതാവ് ആവുന്നത് ആ കൊച്ചിനോട് പറഞ്ഞിട്ടും കൊച്ചു കേട്ടില്ല. പക്ഷെ ആ പിതാവ് വിടാതെ പിന്തുടർന്നു. എൻ്റെ മകൾ ഏതെങ്കിലും ഒരു ദിവസം മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുമെന്ന്. അങ്ങനെ മകളുടെ സോഷ്യൽ മീഡിയ പേജിൽ മോളുടെ ഫോട്ടോ കാണാതെ വന്നപ്പോഴാണ് ഉടനെ തന്നെ പോലീസിനെ വിളിച്ചിട്ട് അവൻ്റെ ഫ്ലാറ്റ് പോയി തുറന്നപ്പോഴാണ് മകള് 35 കഷ്ണമായിട്ട് ഫ്രീസറിനകത്തിരുന്ന് വിശ്രമിക്കുന്നത് ആ പിതാവ് കാണുന്നത്. ഇങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ ഭയപ്പെട്ടു പോകുവാണ്. കാരണം ഇവന്റെ കയ്യിൽ ഇവളെ ട്രാപ്പിലാക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ കുടുംബത്തോട് ഇവർക്കൊരു പേടിയുണ്ട്. നമ്മൾ തിരഞ്ഞെടുത്ത വഴിയാണ്, അത് തെറ്റാണ്, ഇനി പോയി കഴിഞ്ഞാൽ വീട്ടുകാർ കുത്തി പറഞ്ഞുകൊണ്ടേയിരിക്കും. തന്നെയുമല്ല നമ്മുടെ കയ്യിൽ ഒരു ട്രോഫിയും കൂടിയുണ്ട്, ഒരു പ്രോഡക്റ്റും കൂടി തന്നിട്ടാണ് അവൻ തിരിച്ചു വിടുന്നത്. അപ്പോൾ വീട്ടുകാരോട് ഞാൻ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്ന് സമ്മതിക്കാനുള്ള ഒരു പേടിയും മടിയും അവരെ വീണ്ടും ഈ അടിമ ജീവിതത്തിൽ പിന്തുടരാൻ പ്രേരിപ്പിക്കുക. പിന്നെ മറ്റൊന്നാണ് ഭീഷണി. മതം മാറിക്കഴിഞ്ഞു, ഇനിയും തിരികെ പോയി കഴിഞ്ഞാൽ, അപ്പോൾ മുസ്ലിം ആണെങ്കിൽ ഇസ്ലാമിലേക്ക് വന്നു ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അറ്റം പോകും, തിരിച്ചു വന്നാലോ തലയുടെ അറ്റം പോകും.
അതുകൊണ്ട് അവരാരും അതിന് ശ്രമിക്കാറില്ല. പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കമലാ സുരയ്യയുടെ ഒക്കെ വിഷയം തന്നെ അറിയില്ലേ, തിരിച്ചു പോയാലുണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതാണ്. ഞാൻ ഈ പറഞ്ഞ ശ്രദ്ധാ വൽക്കർ എന്ന് പറയുന്ന പെൺകുട്ടി, ആ കൊച്ചിൻ്റെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള 2-3 സുഹൃത്തുക്കളോട് പറയുക. ഞാൻ ആ അനുഭവം വെച്ചിട്ടാണ് പറഞ്ഞത്. അതൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട്, തപ്പിയാൽ കിട്ടും കേട്ടോ. അഫ്താബ് അമീൻ പൂനവാല, ശ്രദ്ധാ വാൾക്കർ. അപ്പോൾ ഈ കൊച്ച് ഈ കൂട്ടുകാരികളോട് പറയാണ്, ഇവൻ വല്ലാതെ എന്നെ ഉപദ്രവിക്കുന്നു, എനിക്ക് ഇത് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണെന്ന് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടികൾ പറയുവാണ് ശ്രദ്ധയോട്, ശ്രദ്ധ അച്ഛനോടൊന്ന് തുറന്ന് പറഞ്ഞൂടെ. അത് ഞാൻ എങ്ങനെ പറയും, അങ്ങനെ പറഞ്ഞാൽ അച്ഛനെയും അനിയനെയും കൊല്ലുമെന്നാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത്. ഇതാവുമ്പോൾ ഞാൻ തെരഞ്ഞെടുത്ത മേഖലയല്ലേ, ഞാൻ മാത്രം ചത്താൽ മതിയല്ലോ, അവര് ജീവിക്കുമല്ലോ. ഞാൻ എടുത്ത തെറ്റായ തീരുമാനം കാരണം എൻ്റെ വീട്ടുകാരെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുമല്ലോ എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. അതായത് വീട്ടുകാരെ കൊല്ലുമെന്നുള്ള ഭീഷണി. മറ്റൊന്നാണ് സാമൂഹികമായിട്ടുള്ള ഒറ്റപ്പെടൽ. മതം ഉപേക്ഷിച്ചു, സമുദായം, കുടുംബം, സമൂഹം, അയ്യോ എന്താ ചെയ്യുക, അതിലും നല്ലത് ഇത് തന്നെ. അങ്ങനെയൊക്കെയാണ് ഇവരിങ്ങനെ ആയിപ്പോകുന്നത്. പിന്നെ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഐസിസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ കേരളം എത്രമേൽ തീവ്രവാദത്തിൻ്റെ യൂണിവേഴ്സിറ്റിയായി മാറിയെന്ന് നമ്മൾ മനസ്സിലാക്കുവാണ്. പെൺകുട്ടികൾ കടത്തപ്പെട്ട സംഭവങ്ങൾ എത്ര റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഇവർ പറയും ലവ് ജിഹാദ് ഇല്ലാന്ന്. അപ്പം ഇതൊക്കെ പിന്നെ എന്ത് ജിഹാദാണ്? പ്രണയം നടിച്ച് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ചിലരെ വിവാഹം കഴിച്ച് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അങ്ങനെ ലൈംഗിക അടിമകളായി അഫ്ഗാനിലേക്കുമൊക്കെ പോയിട്ടുള്ള എത്രയെത്ര നിമിഷ ഫാത്തിമമാരെ നമുക്കറിയാം. നമ്മൾ അറിയാത്തത് എത്ര പേരുണ്ട്. ഇനി ഭരണഘടന ഓരോ പൗരനും ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും വിവാഹം കഴിക്കാനും പാർട്ട്ണറെ തിരഞ്ഞെടുക്കാനും ലിവിങ് ടുഗദറിനും ഒക്കെ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. പക്ഷെ ഈ സ്വാതന്ത്ര്യത്തെ മറയാക്കി ബോധപൂർവമായിട്ട് ഇവരൊരുക്കുന്ന ചതിക്കുഴികളിൽ ഇവർ പെട്ടുപോകുവാണ്. അതിൽപ്പെട്ടതാണ് എട്ടും പൊട്ടും തിരിയാത്ത, വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത, ലോക പരിജ്ഞാനമില്ലാത്ത ഒരു മൊണാലിസയെ കൊണ്ടുവന്ന ഒരു ഫർമാൻ ഖാൻ കെട്ടിയിട്ട് ആ കൊച്ചിനെ കാണാനില്ല എന്ന് പറഞ്ഞ് പിന്നീട് താനിപ്പോൾ ഗർഭിണിയാണെന്നൊക്കെ പറയണമെന്നൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ. പിന്നീട് ഈ പെൺകുട്ടികൾ കോടതികളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചതിക്കപ്പെട്ടു എന്ന് മൊഴി നൽകിക്കഴിഞ്ഞാൽ ഇവൻ ജീവൻ എടുക്കും, വീട്ടുകാരുടെ ജീവനും കൂടി എടുക്കും. ചില പെൺകുട്ടികൾ അങ്ങനെ പോലും കോടതിയിൽ പറഞ്ഞ് രക്ഷപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതിന് വേണ്ടത് ഇപ്പോൾ എനിക്ക് തൊട്ട് മുമ്പ് സംസാരിച്ച സുഹൃത്ത് പറഞ്ഞതുപോലെ ജാഗ്രത വേണം, ബോധവൽക്കരണം വേണം. കുടുംബങ്ങൾ കുട്ടികളുമായിട്ട് തുറന്ന സംവാദത്തിന് തയ്യാറാകണം. ഇപ്പം IT മേഖലകളിൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല. TCSലെ വിഷയം നമ്മൾ കണ്ടില്ലേ. കുട്ടികൾ വല്ലാതെ ടെൻഷനായിട്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവരുടെ ജോലി മേഖലയിലുള്ള ടെൻഷനാണെന്ന്. അവരുമായിട്ട് തുറന്ന് സംസാരിക്കാൻ ഒരു വേദി എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. ഏതൊരു ബന്ധത്തിലും അപകട സാധ്യതകൾ ഉണ്ടെന്നും അവരോട് എത്ര വലിയ സൗഹൃദമായിരുന്നാലും ശരി ഒരടിയൊന്ന് അകലം പാലിക്കണേ മക്കളെ എന്നൊന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ നമ്മൾ നിർബന്ധിതരാകണം. ചതിക്കപ്പെട്ടു എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ പെൺകുട്ടികളെ ചേർത്തു പിടിക്കാൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഏതോ ഒരു വീഡിയോ കണ്ടു. വിവാഹമോചിതയായിട്ട് വരുന്ന പെൺകുട്ടിയെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന ഒരു പിതാവ്. മോള് ജീവിച്ചിരിക്കുമല്ലോ, ഫാനിൽ തൂങ്ങി ആടത്തില്ല, ഗ്യാസ് പെട്ടി ചാവത്തുമില്ലല്ലോ. അപ്പോൾ അവര് പെട്ടുപോയി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എൻ്റെ തെറ്റു മനസ്സിലാക്കി എൻ്റെ കൂടെ നിൽക്കാൻ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ, എന്നെ സ്നേഹിക്കാൻ, എന്നെ ആശ്വസിപ്പിക്കാൻ എനിക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടമുണ്ട്, എൻ്റെ കുടുംബമുണ്ട് എന്ന് അവർക്ക് ബോധമുണ്ടാകണം. അതിന് നമ്മൾ തയ്യാറായാൽ ഒരു പരിധിവരെ അവർക്ക് ഇഷ്ടമില്ലാത്ത ഈ മതജീവിതത്തിൽ നിന്ന് അവർ പുറത്തു വരും. ഇത്തരം കെണികളിൽ പെടാതിരിക്കാൻ നമ്മുടെ മക്കളോട് നമ്മൾ ഇതുപോലെയുള്ള അനുഭവങ്ങൾ പറഞ്ഞിട്ട് വേണം ബോധവൽക്കരണം നടത്താൻ. ഇത് ഈ കെണിക്കകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ ഇവരതിൽ നിന്ന് രക്ഷപ്പെടുമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇവർ മതം ഉപേക്ഷിക്കാനോ അതല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് പുറത്തു കടക്കാനോ അവർക്ക് ആഗ്രഹം ഉണ്ടായിട്ട് പോലും ഈ അടിമത്തത്തിന് സമാനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ തുടരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം വെറും ഒരു വിശ്വാസം കൊണ്ടല്ല, വെറും ഒരു പ്രണയത്തിനകത്ത് അകപ്പെട്ട് പോയതുകൊണ്ടുമല്ല. ഒന്ന് ജീവഭയം തന്നെയാണ്. ഫിസിക്കൽ സെക്യൂരിറ്റി പ്രധാനമാണല്ലോ. തീവ്ര ചിന്താഗതിയുള്ള വിഭാഗങ്ങൾ അവർ ചോര കണ്ട് അറപ്പ് തീർന്നവരാണ്. തന്നെയുമല്ല ഇസ്ലാമിൽ കയറി ഇനി ഇതിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ അവന് കടുത്ത ശിക്ഷ നൽകണമെന്നും അവരെ കൊല്ലണമെന്നും ഒക്കെയുള്ള മതപഠനങ്ങളല്ലേ ഇവിടെ നിലനിൽക്കുന്നത്. മതം വിട്ടാൻ അവനെ കൊല്ലണം, അതൊരു തെറ്റാണോ എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അതൊരു ഭരണാധികാരി ചെയ്യേണ്ടതാണെന്നാണ് പഠിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ അവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കണം. ഈ ഭയം പലരെയും ഇഷ്ടമില്ലാതിരുന്നിട്ട് പോലും ചിലപ്പോൾ ഒരു കുഞ്ഞൊക്കെ ഉണ്ടാവും മതത്തിനകത്ത് തന്നെ തുടരാൻ നിർബന്ധിതരാക്കുവാണ്. സ്വന്തം സുരക്ഷ, കുടുംബത്തിൻ്റെ സുരക്ഷ, ഞാൻ എടുത്ത തീരുമാനം, ഞാൻ ചെയ്ത തെറ്റ്,
അതുകൊണ്ടൊക്കെ അവരിതുമായിട്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ അവർ നിർബന്ധിതരാകുവാണ്. മറ്റൊന്നാണ് സാമൂഹികമായിട്ടുള്ള ബഹിഷ്കരണം. മതം ഒരു വിഭാഗം ആളുകൾ കാണുന്നൊരു വിശ്വാസം, ചിലർക്കതൊരു സോഷ്യൽ നെറ്റ്വർക്ക് കൂടിയാണ്. കാരണം പലരെയും പലതും ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. സുഹൃത്തുക്കള്, ബന്ധുക്കളൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്തത്തില്ലേ? മക്കളെ കെട്ടിച്ചു കൊടുക്കണ്ടേ? ജോലി സ്ഥലത്ത് പിന്നെ വിവേചനം നേരിടേണ്ടി വരത്തില്ലേ? പിന്നെ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ ഒറ്റപ്പെടൽ വല്ലാത്ത വേദനയാണ്. ഞാൻ 13 മക്കളിൽ ലാസ്റ്റുള്ള ആളാണ്. ഞങ്ങൾ ഭയങ്കര സന്തോഷത്തോടെ ആഘോഷത്തോടു കൂടി ജീവിച്ചിരുന്ന കുടുംബമാണ്. എല്ലാ മാസത്തിലും ആദ്യത്തെ ഞായറാഴ്ച നമ്മൾ ഒരു വീട്ടിനകത്ത് ഒരുമിച്ച് കൂടി ഏതെങ്കിലും ഒരു ഇന്ന് എൻ്റെ വീട്ടിലാണെങ്കിൽ അടുത്ത മാസത്തെ ആദ്യത്തെ ഞായറാഴ്ച എൻ്റെ ഒരു സഹോദരൻ്റെ വീട്ടിലായിരിക്കും. എല്ലാവരും ഉണ്ടാകും. സഹോദരങ്ങൾ, അവരുടെ മക്കൾ, അവരുടെ കുടുംബം. ഇപ്പോൾ കെട്ടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ സിസ്റ്റർ ഉണ്ടെങ്കിൽ സിസ്റ്ററുടെ അമ്മായിയപ്പൻ, അവരുടെ സഹോദരങ്ങൾ എല്ലാവരും കാണും. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഞങ്ങൾക്ക് പണയം വെക്കണ്ട, കടം വാങ്ങിക്കണ്ട, പലിശയ്ക്ക് എടുക്കണ്ട. ഞങ്ങളെല്ലാവരും കൂടി സഹകരിച്ച് അവർക്ക് ആധാരം പണയം വെച്ച് ഇത്ര രൂപ വേണം, ശരി ഞാനൊരു 10,000 ഇടാം, അപ്പോൾ എല്ലാവരും ഉള്ളതുപോലെ പൈസ ഇന്ന ദിവസം തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഓപ്പറേറ്റ് ചെയ്ത് പോയ ഒരു കുടുംബമാണ്. അതിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ഒറ്റപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ അത് അപാരമായിട്ടുള്ള മനക്കരുത്ത് വേണം അതിനെ ഒന്ന് പിടിച്ച് നിൽക്കണമെങ്കിൽ. എന്നെ ഈ മേഖലയിൽ പിടിച്ചു നിർത്തിയത് ഒരു പക്ഷേ ഇക്കാണെന്ന് തന്നെ എനിക്ക് പറയാം. കാരണം എന്ത് വന്നാലും വിഷമിക്കേണ്ട ജാമി, ഞാനുണ്ട് നിന്റെ കൂടെ, ധൈര്യമായിട്ടിരിക്കെ. നിനക്ക് ശരിയെന്ന് തോന്നുന്ന മേഖല നീ തിരഞ്ഞെടുത്തോ, ധൈര്യമായിട്ടിരിക്കെ, സമാധാനമായിട്ടിരിക്കെ. നീ ചെയ്തത് ശരിയാണ് എന്ന് ആദ്യം നിനക്കെങ്കിലും ബോധ്യപ്പെടണം. ഈ ഒരു സപ്പോർട്ട് എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. അടുത്തതായിട്ടുള്ളതാണ് ബ്രെയിൻ വാഷിങ്. കുട്ടിക്കാലം മുതൽ തന്നെ ഇവരുടെ ഫ്രഷ് ബ്രെയിനിലേക്ക് ലഭിക്കുന്ന പഠനം എന്താ? മോനെ, നീ മാത്രമാണ് ശരി, നിന്റെ കൂടെ നടക്കുന്നവനുണ്ടല്ലോ അവൻ കാഫിറാണ്, അവൻ മുസ്ലിമല്ല, മുസ്ലിങ്ങൾക്ക് മാത്രമേ സ്വർഗം കിട്ടും. ഇതും വലിയൊരു സ്വാധീനമാണ് അവന്. മതം വിട്ടുകഴിഞ്ഞാൽ നരകത്തിൽ പോകും. ഇത് നമ്മൾ മതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു പെണ്ണ്, ഈ പെണ്ണ് പിന്നീട് മതത്തിൽ നിന്നും തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന്റെ പടച്ചവന്റെ കോപം എനിക്കല്ലേ കിട്ടുന്നത്? ഈ രൂപത്തിലുള്ള ഭയപ്പെടുത്തൽ ഇവന്റെ ഉള്ളിലുമുണ്ട്. ബോധപൂർവം ഇവന്റെ ഉള്ളിൽ ഇത് നിറയ്ക്കാൻ മതപണ്ഡിതന്മാരും കുടുംബക്കാരും ശരിക്കും പ്രചോദനം നടത്തും. യുക്തിപരമായി ചിന്തിക്കാൻ ഇവൻ തുടങ്ങിയാൽ പോലും ഇവന്റെ ഉപബോധ മനസ്സിൽ ആ ചെറിയ രൂപത്തിൽ പഠിച്ച് അത് അവനെ സ്വതന്ത്രമാക്കാൻ വിടത്തില്ല. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ അവർ സാമ്പത്തികമായിട്ട് പുരുഷന്മാരെയോ കുടുംബത്തെയും ഒക്കെ ആശ്രയിച്ച് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ കുട്ടികളെ പോലെ അല്ല ഈ ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ പെൺകുട്ടികൾ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ, അത്ര ബോൾഡായിട്ടൊരു ഡിസിഷൻ എടുക്കാനൊന്നും എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല. അവരെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെ പോകാൻ തന്നെ ശ്രമിക്കൂ. സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കിയാൽ പോലും അത് ചിലപ്പോൾ അവൻ്റെ കൈ കൊണ്ട് കൊടുക്കുമായിരിക്കും. എന്നാൽ പോലും സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനൊന്നും അവർക്ക് പറ്റിയെന്ന് വരില്ല. അവർ വീട്ടിലും അതുപോലെ തന്നെ കഴിഞ്ഞവരായിരിക്കും. അതുകൊണ്ട് ഇവൻ്റെ അടിമയായിട്ട് തന്നെ പോകും. മറ്റൊന്നാണ്, ചില മുസ്ലിം രാജ്യങ്ങളിൽ മതം മാറുന്നത് നിയമവിരുദ്ധമാണ്. അവിടെ ഭരണകൂടം തന്നെ ഇത്തരം ആളുകളെ വേട്ടയാടുന്നുണ്ട്. ഇറാന്റെ ഒക്കെ അവസ്ഥ നമുക്കറിയാമല്ലോ, അഫ്ഗാന്റെ, പാകിസ്ഥാന്റെ ഒക്കെ. ജനാധിപത്യ രാജ്യങ്ങളിൽ നിയമപരിരക്ഷയുണ്ട്, പക്ഷേ സമുദായത്തിനകത്തുള്ള സമാന്തര ഭരണകൂടത്തെ ആര് നിയന്ത്രിക്കും? അവിടെ കുറെ കമ്മിറ്റിക്കാരും കുറെ മഹല്ലുകാരും കുറെ പണ്ഡിതന്മാരും കാരണവന്മാരും ഒക്കെ ഉണ്ടല്ലോ, അവരെ ആര് നിയന്ത്രിക്കും? മറ്റൊന്നാണ് ഇവരെ ഭയപ്പെടുത്തുന്നത് കുട്ടികളുടെ ഭാവി. വിവാഹിതരായ ആളുകൾക്ക് നമ്മളോ ഇങ്ങനെയായി, ആരോരും ഇല്ലാതെയായി, നമ്മൾ മതം മാറി വന്നു, പ്രണയത്തിനകത്ത് വീണുപോയി, കുട്ടികളുണ്ട്, കുട്ടികൾക്ക് ഇനിയും തന്തയില്ലാതാകത്തില്ലേ, തന്തയുടെ ആൾക്കാരില്ലാതാകത്തില്ലേ, ഇനി കുട്ടിയാണെങ്കിൽ പോലും ഇവൻ കുട്ടിയെ വിട്ടുതരുമോ? മതം വിട്ടാൽ കുട്ടികളെ കാണാൻ പോലും ചിലപ്പോൾ ഇവർ അനുവദിച്ചെന്ന് വരില്ല. ഞാൻ എൻ്റെ മതത്തിലേക്ക് തന്നെ തിരിച്ചു പോയാൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില അറ്റാച്ച്മെന്റിൽ ഇവരെ കുരുക്കിയിടും. അതുകൊണ്ട് ഇഷ്ടമില്ലാത്ത ഒരു ജീവിതം ഒരാൾ നയിക്കുന്നത് ഭീരുക്കളായതുകൊണ്ടല്ല, മറിച്ച് അവര് ചുറ്റും അവര് തന്നെ അവർക്കൊരു മതിൽ തീർത്തിട്ടുണ്ട്. ഇപ്പോൾ ആ അദൃശ്യമായിട്ടുള്ള ജയിൽ ഭിത്തികൾ ഭേദിച്ച് പുറത്തു വരാൻ ഈ ലവ് ജിഹാദിന്റെ കെണികളിൽ അകപ്പെട്ടു പോയ പെൺകുട്ടികൾക്ക് കഴിയണമെന്നില്ല. പലപ്പോഴും വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള വഴി മൊത്തത്തിൽ അടഞ്ഞു പോകുവാണ്. വീട്ടുകാരുമായിട്ടുള്ള കോണ്ടാക്ട് ഇല്ലാതാകുന്നതോടുകൂടി അവർ സ്വയം ഉരുകാൻ നിർബന്ധിതരാകുവാണ്. അങ്ങനെ അവർ നിസ്സഹായരായിട്ട് അടിമകളായി മാറുവാണ്. മതം ഉപേക്ഷിച്ച വ്യക്തികൾ ഈ സമൂഹത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമുക്കറിയാം. ഇത്തരം ഭിത്തികൾ ഭേദിച്ച് പുറത്തു വരാൻ ചില ആളുകൾക്ക് മാത്രം സാധിച്ചിട്ടുണ്ട്. അവര്
സ്വമേധയാ തന്നെ സമൂഹത്തിൽ വന്നിട്ട് ബോധവൽക്കരണം നടത്താറുമുണ്ട്. ഞാൻ ഇങ്ങനെ പെട്ടുപോയതായിരുന്നു, ഇന്ന സാഹചര്യങ്ങളിൽ പെട്ടുപോയി, ഞാൻ ആ സമയത്ത് റഹ്മത്ത് എന്ന പേരാണ് സ്വീകരിച്ചിരുന്നത്, ശരിക്കും ഞാൻ ശ്രുതിയാണ്, പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് ശരിയല്ല അങ്ങനെ ഞാൻ എൻ്റെ പൂർവ്വമതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നും ആർഷവിദ്യാ സമാജത്തിനകത്തുണ്ട് ശ്രുതി എന്ന പെൺകുട്ടി. ഞാൻ കോൺടാക്ട് ചെയ്യാറുണ്ട് ആ കുട്ടി എന്നെയും കോൺടാക്ട് ചെയ്യാറുണ്ട്. അതുപോലെ ആയിഷ ആയിക്കഴിഞ്ഞ ആതിര, നസ്രിൻ എന്ന പെൺകുട്ടി ആയിക്കഴിഞ്ഞ ചിത്ര. ആ പെൺകുട്ടി ഏക മകളാണ് ഈ ചിത്ര. ഈ കൊച്ചിൻ്റെ അച്ഛൻ ഈ കൊച്ച് മതം മാറിപ്പോയതിൻ്റെ പേരിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് കിടപ്പിലായി. ആശുപത്രി പോയപ്പോൾ ഈ കൊച്ചിനെ ബ്രെയിൻ വാഷ് ചെയ്തവർ പറഞ്ഞു കൊടുക്കാം, മോളെ പല നാടകങ്ങളും കാണും കേട്ടോ, അച്ഛൻ അറ്റാക്ക് വന്നു, അമ്മ അറ്റാക്ക് വന്നു, ഇങ്ങനത്തെ അഭിനയങ്ങളൊക്കെ ഉണ്ടാകും, നീ വീണു പോകല്ലേ, അള്ളാഹു നിനക്ക് സന്മാർഗത്തിലാക്കി, സ്വർഗം തന്നു കഴിഞ്ഞു, അവര് നരകത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു വേള ഈ അച്ഛനെ പോലും ഈ കൊച്ച് തള്ളിക്കളഞ്ഞിട്ട് പോയി. ഏതോ ഒരു നിമിഷത്തിൽ ഈ കൊച്ചിനൊരു സ്പാർക്ക് വേണ്ടിയിട്ടാണ് ഈ കൊച്ച് തിരിച്ചു വന്നത്. ആ കൊച്ചും ഇന്ന് ആർഷവിദ്യാ സമാജത്തിലുണ്ട്. ഇങ്ങനെ ഒരുപാട് പേര് ചില അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവര് ഒരു കച്ചിത്തുരുമ്പെങ്കിലും പിടിച്ച് കയറി വരാൻ നോക്കും. പക്ഷെ ഈ ഇങ്ങനെ ലവ് ജിഹാദിനകത്ത് അകപ്പെടുത്തിയ പെൺകുട്ടികളെ ആരുമായിട്ടും ഇന്ററാക്ട് ചെയ്യാതിരിക്കാൻ ഈ കൊണ്ടുപോയവര് ശ്രമിക്കാതിരിക്കുമോ? ഓക്കെ.